എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലതിക സകലേഷ്, ഋഷി യോഗ അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്, ഞാൻ മുന്നേ ഇട്ട ഒരു കവിളിന്റെ വീഡിയോ ഒരുപാട് ആൾക്കാർ കണ്ടതുമാണ്, അവർക്ക് ഒരുപാട് പ്രയോജനം ചെയ്തതാണ്. പിന്നെ അത് കഴിഞ്ഞ് വന്ന പുതിയ ആൾക്കാരായിരിക്കും ഒരുപാട് പേര് കമന്റ്സിൽ ചോദിക്കാറുണ്ട്, കവിള് വെക്കാനുള്ള ഒരു വീഡിയോ ഇടുന്നു. പക്ഷെ ഞാൻ അവരോട് എല്ലാവരോടും കമന്റ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങളത് കയറി കാണുക. നമുക്ക് ലിങ്ക് ഇടാൻ പറ്റത്തില്ല, അത് യൂട്യൂബിന്റെ നിയമത്തിന് വിരുദ്ധമാണ്. നമുക്ക് അങ്ങനെ ലിങ്ക് ഇട്ട് കൊടുത്താൽ അത് നമ്മുടെ ചാനലിനെ ബാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ലിങ്ക് ഇടാത്ത. ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് ഇടാറുണ്ട്. നമുക്ക് പേഴ്സണലി മെസ്സേജ് ഇട്ടിരുന്നവർക്ക് ഞാൻ ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, അല്ലാതെ നമുക്ക് യൂട്യൂബിൽ അങ്ങനെ ഇടാൻ പറ്റത്തില്ല. അത് കാരണമാണ് പിന്നെയും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറെ ആൾക്കാർ, പുതിയ ആൾക്കാരുണ്ടല്ലോ, മറ്റേത് പഴയ ഒരു വീഡിയോ ആണ്. അപ്പൊ ഞാൻ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവർക്കും പ്രയോജനമുള്ളതാണ്, എല്ലാവർക്കും സന്തോഷം തരുന്നതാണ്, 90% ആളുകൾക്കും ആവശ്യമുള്ളതാണ്. പക്ഷെ കുറെ ആളുകൾക്ക് കവിള് വേണ്ട. അപ്പം അവർക്ക് വേണ്ടിയല്ല, കവിള് വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്. ചിലർക്കാണെങ്കിൽ നമുക്ക് ബോഡിക്ക് നല്ല വണ്ണം കാണും, കറക്റ്റായ ബോഡി, പക്ഷെ കവിളിങ്ങനെ ഒട്ടിയിരിക്കും. അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട്. അത് അവർക്കൊരു വിഷമമാണ്. അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുള്ളതാണേ. അപ്പൊ അവർക്ക് കവിള് വെക്കണം, അതിനെന്താ ടീച്ചറെ, എന്താ പരിഹാരം, കവിള് വെക്കുന്നതിനൊരു ഇത് പറഞ്ഞു തരണമെന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളൊന്ന് ഓർക്കണം, കവിള് വെക്കുന്നതോ കവിള് വെക്കാത്തതോ ഒന്നുമല്ല നമ്മുടെ സൗന്ദര്യം. നമ്മുടെ സ്വഭാവവും നമ്മുടെ ക്യാരക്ടറാണ് ഏറ്റവും കൂടുതൽ നന്നായിരിക്കേണ്ടത്. പക്ഷെ പലർക്കും നമുക്ക് കാണുമ്പോൾ ഒരു ഭംഗി വേണം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരുന്നത്. അപ്പം നമുക്ക് ആ വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും ഇത് ഒരുപാട് ഉപകാരമാകും. കാരണം അതിന്റെ കമന്റ് നിങ്ങൾ നോക്കിയാൽ മതി, എല്ലാവർക്കും വ്യത്യാസം വന്നതാണ്. 100% വ്യത്യാസം കിട്ടുന്നതാണ്. പിന്നെയും പലരും ചോദിക്കും, ബോയ്സിന് ചെയ്യാവോ, ആണുങ്ങൾക്ക് ചെയ്യാവോ, പെണ്ണുങ്ങൾ, എല്ലാ ഏജ് ഉള്ളവർക്കും ഇത് ചെയ്യാം. ചിലർ പറയുന്നത് പല്ലെടുത്തു കഴിഞ്ഞുകൊണ്ട് അതുകൊണ്ട് എനിക്ക് കവിള് വെക്കുമോ? തീർച്ചയായിട്ടും കവിള് വെക്കും, അവർക്കും ചെയ്യാവുന്നതാണ്. ഏജ് ഒരു പ്രശ്നമേ അല്ല, എല്ലാവർക്കും ചെയ്യാം. അപ്പൊ നമുക്ക് ചെയ്തു തുടങ്ങാം. ഇത് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടേ നമുക്ക് വീഡിയോ തുടങ്ങാൻ പറ്റത്തുള്ളൂ. ചിലർ വിചാരിക്കോ എന്തോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് മനസ്സിലാക്കിയിട്ട് വേണം വീഡിയോ ചെയ്യാൻ, നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, നമ്മൾ ആദ്യം നമുക്ക് എന്തെങ്കിലും ഒരു ക്രീം, ചെറിയ ഒരു മോയ്സ്ചറൈസർ, ഒരു ഓയിൽ ഇത് വരണം നമ്മുടെ ഇത് കൈക്ക്, ഫേസ് അല്ല, കയ്യിലൊന്ന് പുരട്ടിയതിന് ശേഷം നിങ്ങൾ ഫേസിൽ നന്നായിട്ട് ചെറിയ ഒരു മുകളിലേക്ക് ഒരു മസാജ് കൊടുക്കുക. ചെറുതായിട്ടൊരു മസാജ് മുകളിലേക്ക്, ഒരു ചെറിയ നന്നായിട്ട് നമുക്ക് ചെയ്യാം. നല്ല മുകളിലേക്ക് വേണം, ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ നന്നായിട്ട്. ഇതൊരു കുറേ സമയം നമുക്ക് ഇതിനൊരു കണക്കോ എണ്ണവോ ഒന്നും തന്നെ ഇല്ല. നിങ്ങൾക്ക് എത്ര സമയം ഈ മസാജ് കൊടുക്കാവോ അത് നന്നായിട്ട് കവിള് വെക്കുന്നതാണ്. നമ്മൾ ഫേഷ്യലൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഇത് കൂടുതലായിട്ട് ചെയ്യത്തില്ല. അപ്പൊ ചിലർ പറയും ഇത് കുറച്ച് ചെയ്താൽ മതി, അവർക്ക് കവിള് വേണ്ട. പക്ഷെ കവിള് വെക്കണമെന്നുള്ളവർ നന്നായിട്ട് കുറേ സമയം നമുക്കത് മസാജ് ചെയ്യാം. അതൊരു സ്റ്റെപ്പാണ്. രണ്ടാമത് ചെയ്യുന്ന ടാപ്പിംഗ് ആണ്. ഇതിന് നമുക്ക് എണ്ണ ഒന്നുമില്ല, എത്ര വേണമെങ്കിലും നമുക്ക് ചെയ്താൽ അത്രയും പ്രയോജനം കിട്ടുന്നതാണ്. കവിളിന് മാത്രം ഇങ്ങനെ ടാപ്പിംഗ് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര സമയം ചെയ്യാം അത് നിങ്ങൾ ചെയ്യുക, സമയപരിധി ഇതിന് ഇല്ല. പിന്നെ ഇത് തന്നെ 2 വിരൽ വെച്ച് നമുക്ക് ചെയ്യാം. 2 വിരൽ വെച്ച് ഇങ്ങനെ ചെയ്യാം. കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെയും കൊടുക്കാം. അപ്പൊ ഈ കൈക്ക് ഇങ്ങനെ ബലം കൊടുത്ത് ഇത് വെച്ച് നന്നായിട്ട് ചെയ്യാം. ഇത് 2 രീതിയിൽ നമുക്ക് ഈ മസാജിങ് കൊടുക്കാം. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഇത് കാണണം, എന്നോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അറ്റവും മൂലയൊക്കെ കണ്ടിട്ട് ടീച്ചറെ അതെങ്ങനെയാണ്, മറ്റേ സ്റ്റെപ്പ് എങ്ങനെ, അങ്ങനെ ചോദിക്കരുത്. ഒരു വീഡിയോ ഇട്ട് എല്ലാം ചെയ്യും, നിങ്ങൾ ചെയ്യാം. പിന്നെ ചെയ്യാനുള്ള പിഞ്ചിങ് ആണ്. ഇതും നല്ല ഒരിതാണ്. ഇതൊക്കെ മാത്രം ചെയ്താലും നമുക്ക് വ്യത്യാസം വരും. പക്ഷെ ഇത് എല്ലാം കൂടി ചെയ്യുമ്പോൾ ഒരുപാട് ചേഞ്ച് വരും. നിങ്ങളൊരു 10 ദിവസം ഇത് അടുപ്പിച്ച് ചെയ്യും, 1 മാസം ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങളുടെ കവിള് നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ വരും. ഒരു 10 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല വ്യത്യാസം വരും. ആദ്യത്തെ പ്രാവശ്യം തന്നെ ചെയ്യുമ്പോൾ തന്നെ കവിളിനൊരു തുടുപ്പും കവിളിനൊരു വണ്ണം പോലൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. നമുക്കിതിങ്ങനെ നന്നായിട്ട് ചെയ്യുമ്പോൾ ഒരു പിങ്കിഷ് കളർ ഇവിടെ വരും. ഇത് നിങ്ങൾ എന്നെ കൂട്ടി, എനിക്ക് അത്രയും ചെയ്യാൻ പറ്റുമോ? അതിന്റെ വീഡിയോ അങ്ങ് നീണ്ടു പോകത്തില്ലേ? അപ്പൊ നിങ്ങൾക്ക് എത്ര സമയം വേണോ അത്രയും സമയം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇങ്ങനെ കവിളില് ഇങ്ങനെ പ്രസ് ചെയ്ത് വയ്ക്കുക. ഇതൊരു 10 സെക്കൻഡ് നിങ്ങൾ ഹോൾഡ് ചെയ്ത് ചെയ്യുക.
ഇങ്ങനെ നിങ്ങൾക്ക് എത്ര സമയം ഇങ്ങനെ ഒരു പ്രാവശ്യം ചെയ്തിട്ട് 10 സെക്കൻഡെങ്കിലും കുറഞ്ഞത് ഹോൾഡ് ചെയ്ത് പിടിക്കുക, എന്നിട്ട് വീണ്ടും ചെയ്യുക. അങ്ങനെ അങ്ങനെ എണ്ണം കൂട്ടി കൂട്ടി ചെയ്യണം. ദിവസവും ചെയ്യണം. ഒരു 5 മിനിറ്റ് എടുത്താൽ തന്നെ നമുക്ക് നല്ല വ്യത്യാസം വരും എല്ലാം ചെയ്യുമ്പോൾ. അപ്പൊ അങ്ങനെ ചെയ്യുക. പിന്നെ നമ്മളിങ്ങനെ പിച്ചത്തില്ലേ, പണ്ട് കൊച്ചു കുഞ്ഞുങ്ങളെ നമുക്കറിയാമല്ലോ, കുഞ്ഞുങ്ങളിൽ കൊച്ചുങ്ങളുടെ കവിള് ഇങ്ങനെ നമ്മൾ പിച്ചുമ്പം അമ്മൂമ്മമാരൊക്കെ പറയും, അയ്യോ കൊച്ചിന്റെ കവിള് ചാടും നിങ്ങൾ ഇങ്ങനെ കൊച്ചിനെ ഇട്ട് ഇങ്ങനെ പിച്ചരുതേന്ന്. അത് സത്യമായ കാര്യമാണ്. അത് തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പൊ നമുക്ക് കവിളല്ലേ വേണ്ട, അപ്പൊ നമ്മൾ എങ്ങനെ പിച്ചുക. ഏത് ഏജിലും ഇത് ചെയ്യാം. നന്നായിട്ട് ഇങ്ങനെ ഇരിക്കുക. ഒന്ന് ഹോൾഡ് ചെയ്യുക, ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക. ഞാൻ 2-3 പ്രാവശ്യമെങ്കിലും കാണിക്കുന്നത് നിങ്ങൾ കൂടുതൽ ചെയ്യാനാണ്. ഞാനിത് ഒരു പ്രാവശ്യം ചെയ്ത് നിങ്ങൾ ഒരു പ്രാവശ്യം കാണിച്ചിട്ട് വ്യത്യാസം വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് എന്റെ കുഴപ്പമല്ല. നിങ്ങൾ കൂടുതൽ ചെയ്യുക. നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മളിങ്ങനെ ചെയ്തിട്ട് നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ തന്നെ ഒരു റോസ് കളർ പോലെ നമ്മുടെ കവിളിനത് ഫീൽ ചെയ്യും. പിങ്കിഷ് കളർ പോലെ. അപ്പൊ ഒരു തുടുപ്പ് വരും. അപ്പൊ കവിള് തുടുക്കുകയൊക്കെ ചെയ്യണമെന്നുള്ളവർക്കും ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ്. അപ്പൊ നന്നായിട്ട് ഇങ്ങനെ പിച്ചി എടുക്കണം. അത് ഏറ്റവും നല്ലതാണ്. പിന്നെ അതുപോലെ കവിളിങ്ങനെ വീർപ്പിക്കുക. ഒരു ചിരിക്കണം. ഞാൻ ഫേസ് യോഗയിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഫേസ് യോഗ കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം, നമ്മുടെ ഫേസിന് ഇങ്ങനെയൊക്കെ വീർപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു ചിരി, നമ്മുടെ മസിലുകൾ ഇങ്ങനെ വലിഞ്ഞിരിക്കുക, അത് റിലാക്സ് ആകാനാണ് നമ്മളൊരു ചിരിക്കേണ്ടത്. ഇത് ആവർത്തിച്ചൊരു 10-15 പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ വീണ്ടും ചെയ്യുക. വീണ്ടും ഒരു 10 പ്രാവശ്യം ഹോൾഡ് ചെയ്ത് വെക്കുക, വീണ്ടും ചെയ്യുക. അങ്ങനെ ചെയ്യുന്നാലും നല്ല വ്യത്യാസം വരും. പിന്നെ അതുപോലെ ഇതും കൂടുതൽ പ്രാവശ്യം ചെയ്യണം. നമുക്ക് വേണ്ടിയല്ലേ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കുറച്ച് മെനക്കെടണം. നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ പിച്ചൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു പെയിനൊക്കെ ഫീൽ ചെയ്യും. നമ്മുടെ സൗന്ദര്യം അല്ലെങ്കിൽ നമുക്ക് കവിള് വെക്കണം എന്ന ആഗ്രഹമുള്ളവരാണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇതൊക്കെ ഒന്ന് സഹിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ല വ്യത്യാസം വരും. ഇങ്ങനെ അതൊന്ന് ഹോൾഡ് ചെയ്ത് തന്നെ വെച്ചിട്ട് നിങ്ങൾ ചെയ്യാതെ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഒരു 10 സെക്കൻഡ് തന്നെ ഹോൾഡ് ചെയ്യുക, ഇപ്പുറത്തും 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. അങ്ങനെ ചെയ്യാം. പിന്നെ വായിൽ വെള്ളം കൊള്ളുന്നത് ഉറപ്പായിട്ട് നല്ല കാര്യം. ഇതാ പല ആൾക്കാരും ചിലർ കമന്റിലൊക്കെ ഇടുന്നുണ്ട്, അയ്യോ വായിൽ വെള്ളം കൊണ്ട പല്ലും തോന്നും. ഒരിക്കലും ഇല്ല. ഞാൻ അതിന് ഉദാഹരണമാണ്. ഞാൻ കവിള് വയ്ക്കാൻ വേണ്ടിയല്ല ചെയ്തത്. എനിക്ക് എപ്പോഴും ജലദോഷം വരുമായിരുന്നു ചെറിയ പ്രായത്തിൽ. അപ്പൊ ഞങ്ങളുടെ ഒരു ഫാമിലി ഡോക്ടർ ഉണ്ട്. അപ്പൊ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ പറഞ്ഞ് കുളിക്കുന്നതിന് മുന്നേ വായിൽ വെള്ളം കൊണ്ട് നിന്നിട്ട് തലയിൽ വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ അത് ഞാൻ കുളിച്ചു കഴിയുമ്പോൾ തുപ്പിക്കളയും. ഞാനത് അന്ന് മുതൽ ഇന്നേ ദിവസം വരെ ഞാൻ ചെയ്യാറുണ്ട്. എന്റെ പല്ല് നൂന്തിയിട്ടില്ല. നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ എന്റെ പല്ലുന്തില്ല. എല്ലാവരും പറഞ്ഞ് പല്ല് ഇങ്ങനെ പൊങ്ങി വരും. വെറുതെ പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് കവിള് വെക്കാനും നല്ലതാണ്. ഞാനത് ആ സമയം ചെയ്യത്തുള്ളൂ. കുളിക്കാൻ നേരം എനിക്ക് ജലദോഷം വരുക, പക്ഷെ ആ ജലദോഷം എനിക്ക് വരാറേ ഇല്ല. അത് നല്ലൊരു ഇതാണ്. ജലദോഷം മാറാനും നല്ലതാണ്. നിങ്ങൾക്ക് കവിള് വെക്കാനും നല്ലതാണ്. അതിപ്പോ കുളിക്കുമ്പോൾ ചെയ്യണമെന്നില്ല. എനിക്ക് ജലദോഷം മാറാൻ വേണ്ടി ചെയ്യുന്നതുകൊണ്ടാണ് തലയിൽ വെള്ളം ഒഴിക്കുമ്പോൾ ചെയ്യുന്നത്. നിങ്ങൾക്കല്ലാത്ത സമയമൊക്കെ നിങ്ങൾക്കിത് ചെയ്യാം. പല്ലൊന്നും ഉന്തത്തില്ല. ആർക്കോ വല്ലവർക്കും പറ്റിയപ്പോൾ അത് ആ ഒരു തെറ്റിദ്ധാരണയായിരിക്കും. പക്ഷെ എനിക്കിതുവരെ കുന്തിയിട്ടില്ല. ഞാൻ എല്ലാ ദിവസവും ഞാൻ കുളിക്കുമ്പോൾ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പൊ അത് നിങ്ങൾക്ക് ചെയ്യാം. വായിൽ വെള്ളം ഒഴിച്ചിട്ട് കവിള് വീർപ്പിച്ച് വെക്കാം. എത്ര സെക്കൻഡ് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്ത് വെക്കാം, അത്രയും സെക്കൻഡ് ഹോൾഡ് ചെയ്യാം. അപ്പം ഇത്രയൊക്കെ നിങ്ങൾ ചെയ്താൽ, ഒരുപാടൊക്കെ ചെയ്തിട്ട് അതെല്ലാം കൂടെ കൺഫ്യൂഷൻ ആകാതെ ഞാൻ ഇപ്പൊ കാണിച്ച ഇത്രയും ഒരു 4-5 എണ്ണം ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ചെയ്യുക. ഇപ്പൊ അതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലൊരു എന്റെ പല്ലുന്തി പോയാലോ എന്ന് വെച്ചാൽ നിങ്ങൾ അതങ്ങ് അവോയ്ഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് അങ്ങനെ ഒരു പേടിയുണ്ടെങ്കിൽ അത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ബാക്കിയെല്ലാം ചെയ്യുക. എല്ലാ മസാജും വളരെ നല്ലതാണ്. നിങ്ങൾ ഈ കാണിച്ച ഇത് ഇത്രയും ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ കവിള് വെക്കും. ഉറപ്പായിട്ടും കവിള് വെക്കും. അത് എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യണം. കാരണം എനിക്ക് മെസ്സേജും എന്നെ വിളിച്ചൊക്കെ പറഞ്ഞ ഒരുപാട് ആൾക്കാർ പറയുന്ന ഒരുപാട് ചേഞ്ച് വന്നതാണ് പെട്ടെന്ന്. പിന്നെ
ആൺകുട്ടികൾ മെസ്സേജ് ഒക്കെ ഇട്ട് ചോദിച്ചിട്ടുണ്ട്, നല്ല വ്യത്യാസം വന്നെന്ന് പറഞ്ഞു. അപ്പൊ ഇത് എല്ലാവർക്കും ചെയ്യാം, ആണിനും പെണ്ണിനും അമ്മയ്ക്കും അമ്മുമ്മയ്ക്കും എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ചെയ്ത് ഇതിന്റെ റിസൾട്ട് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. അതുപോലെ തന്നെ എൻ്റെ ഒരു വെരിക്കോസ് വെയിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അതൊരു 1 മില്യൺ ആകാറായിട്ടുണ്ടെന്ന് തോന്നുന്നു അതിന്റെ വ്യൂസ്. ഒരുപാട് ആളുകൾക്ക് അത് റിസൾട്ട് കിട്ടിയതാണ്. ഞാനപ്പോൾ അതിന്റെ ഒരു ഷോർട്സ് ഇട്ടിട്ട് ഞാൻ പറഞ്ഞായിരുന്നു, നിങ്ങൾ വെരിക്കോസ് വെയിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ അത് കയറി കാണണമെന്ന്. പലരും അത് കയറി കാണാതെ എന്നോട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ ആ ഋഷി യോഗ അക്കാഡമി സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വീഡിയോസ് എല്ലാം കാണാൻ പറ്റും. അപ്പൊ വെരിക്കോസ് വെയിൻ അടിച്ചു നോക്കിയാൽ ആ വീഡിയോ കാണാം. 2 എണ്ണം ഇട്ടിട്ടുണ്ട്. ആദ്യം ചെയ്ത വീഡിയോ ആണ് ഇത്രയും ആൾക്കാർക്ക് റിസൾട്ട് കിട്ടിയത്. മറ്റേത് ചെറിയ രീതിയിൽ സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസ് ആണ്. ഫസ്റ്റ് ഇട്ടത് നിങ്ങൾ കാണണം. നിങ്ങൾക്ക് ഒരുപാട് ഗുണമുള്ള വെരിക്കോസ് വെയിന് സർജറി വേണമെന്ന് പറഞ്ഞ ആൾക്കാർക്ക് പോലും അത് നല്ല മാറിയിട്ടുണ്ട്. എല്ലാം മനസ്സ് വിദേശത്തൊക്കെ ഉള്ള മലയാളി അസോസിയേഷന്റെ ആൾക്കാർ, അതുപോലെ സീനിയർ സിറ്റിസൺ ഒക്കെ ഒരുപാട് ആൾക്കാർ ഒരു സംഘടനയായിട്ട് അവരെന്നോട് സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഡെയിലി ഇത് എല്ലാവരും കൂടെ കൂടിയിരുന്ന് ചെയ്യും, ഞങ്ങൾക്ക് ഒരുപാട് മാറ്റം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് താങ്ക്സ് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ കമന്റ് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ ആ വീഡിയോ കാണുക. അങ്ങനെ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടാൻ വേണ്ടിയാണ് പറയുന്നത്. എന്നുവെച്ചാൽ കാരണം എന്നോട്ടിങ്ങനെ മെസ്സേജാണ് അതിന്റെ, നിങ്ങൾ കാണുക. എനിക്ക് ലിങ്ക് അത് ഇടാൻ പറ്റാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ആ വീഡിയോ ആവശ്യമുള്ളവർ കാണുക. അപ്പൊ നിങ്ങൾ എല്ലാവരും അത് കണ്ട് നല്ല നിങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾ ചെയ്ത് നല്ല സുന്ദരിയും സുന്ദരന്മാരും ഒക്കെ ആവുക. സൗന്ദര്യം എന്ന് പറഞ്ഞത് കവിളില്ലാത്തത് ഒന്നുമല്ല, നമ്മുടെ വ്യക്തിത്വമാണ്. നന്നായിട്ട് നിങ്ങൾ നല്ല നല്ല പെരുമാറ്റം, മറ്റുള്ളവരോട് ദയയും കാരുണ്യം ഒക്കെ കാണിക്കുകയും ക്ഷമിക്കാനുള്ള മനസ്സും ഒക്കെ ഉള്ള ഒരു വ്യക്തിയായി തീരുക. അതിന് ഏറ്റവും നല്ലതാണ് മെഡിറ്റേഷൻ ചെയ്യുക, യോഗ മെഡിറ്റേഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ നല്ലൊരു മനുഷ്യരാകുക.